യൂസഫ് പത്താൻ വരുന്നുണ്ട്, അതായിരിക്കും ഒരു വലിയ പ്രചാരണം. യൂസഫ് പത്താൻ എന്ന് പറയുന്ന ക്രിക്കറ്റർ ലോകം കണ്ട ഏറ്റവും വലിയ എന്താ പറയുക ഓൾറൗണ്ടറാണ്. സിക്സർ അടിക്കും, ആളുകളെ ഔട്ടാക്കും, എന്തും മനസ്സിലായില്ലേ. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ആ കളിയിലുള്ള എന്താ പറയുക പ്രാഗൽഭ്യവും മേനി എന്താ പറയുക വാക്കൊന്നും കിട്ടുന്നത് ആ മെമ്മറിയൊക്കെ പോയാണ് ഉറക്കൊഴിച്ചിട്ട്. യൂസഫ് പത്താന് ക്രിക്കറ്റിലും അൻവറിന്റെ രാഷ്ട്രീയത്തിലും ഒരേ പ്രകൃതമാണോ? ഓൾറൗണ്ടർ, ആരെയും ഏത് നിമിഷവും അടിച്ചു വീഴ്ത്താം, അല്ലെങ്കിൽ വിക്കറ്റ് തെറിപ്പിക്കാം, അതെ സിക്സർ അടിക്കാം, മത്സരം ജയിപ്പിക്കാം, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല, നമ്മളതിനൊന്നും നിൽക്കാറില്ല. പക്ഷേ ജനങ്ങൾ അടിച്ചു വീഴ്ത്താൻ ഇവരെല്ലാം കൂടെ കൂടിയാൽ അത് നടക്കില്ല. പൊതുജനം കഴുതയാണ് എന്ന സമവാക്യം മാറ്റി എഴുതപ്പെടുന്ന രാഷ്ട്രീയ ചരിത്രം തന്നെയായിരിക്കും നിലമ്പൂർ സൃഷ്ടിക്കാൻ പോകുന്നത്. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഒരാഴ്ചയില്ല, 6 ദിവസമുള്ളൂ. ഇപ്പോഴും കോൺഫറൻസ് തന്നെയാണോ? തീർച്ചയായിട്ടും കോൺഫറൻസ് കുറയണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മുന്നണി രാഷ്ട്രീയത്തിനോ ഇവിടെ സ്ഥാനാർത്ഥികൾക്കോ ഒരു പ്രത്യേകത ഈ കാര്യത്തിലില്ല. ഇവിടെ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം ജനങ്ങളും പിണറായിയും തമ്മിലാണ്. ആ പിണറായിസത്തിനെതിരെയും ഈ മലയോര വിഷയങ്ങൾക്ക് ഏറ്റെടുത്ത് ആരാണോ ശക്തമായ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചത് അവരോടൊപ്പം ഈ നാട്ടിലെ ജനം നിൽക്കും. അതാരാണെന്നൊന്ന് തീരുമാനിക്കപ്പെടും.